ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു മാജിക് നമ്പറിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. 1089 പ്രത്യേകതകൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ തന്നെ രണ്ടാമതൊരു മാജിക് നമ്പർ തന്നെയാണ് ഇപ്പോൾ ഞാൻ ബോർഡും എഴുതിയിട്ടുള്ള 6174. ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനായിട്ടുള്ള കാപ്രക്കാറാണ് ഈ നമ്പറിനെ പറ്റിയിട്ട് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാപ്രക്കാർ സ്പോൺസിൻ്റെ നമ്പർ പറയാം. എന്തൊക്കെയാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കൊടുത്തത്? നിങ്ങൾ ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി തന്നെ ഇഷ്ടമുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ 3 ഡിജിറ്റ് ആയിരുന്നു, ഇവിടെ 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾ എഴുതുക. ഇതിനായിക്കോട്ടെ, ഇപ്പോൾ 6174 തന്നെ ആയിക്കോട്ടെ. ആ നമ്പറിനെ ഡിസെൻഡിങ് ഓർഡറാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഡിസെൻഡിങ് ഓർഡർ, ഫസ്റ്റ് ഡിജിറ്റ് 7 6 4 1. ഡിസെൻഡിങ് ഓർഡർ 7 6 4 1. ഇനി അതിൻ്റെ അസെൻഡിങ് ഓർഡർ 1 4 6 1 4 6 7. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നു. സെപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്പർ ഡിസെൻഡിങ് ഓർഡർ ആൻഡ് അസെൻഡിങ് ഓർഡർ. ദെൻ ടേക്ക് ഇറ്റ്സ് ഡിഫറൻസ്. 4 7 1 6 6 1 7 4. ഡിസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡറിൽ എഴുതി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 6174 എന്നുള്ള സെയിം നമ്പർ കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഏത് ഒരു 4 ഡിജിറ്റ് നമ്പർ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു മാക്സിമം 7 സ്റ്റെപ്പ് അത് കടന്നു പോവില്ല. ചിലപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലോ 3rd സ്റ്റെപ്പിലോ 4th സ്റ്റെപ്പ്, മാക്സിമം 7 സ്റ്റെപ്പ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 6174. നോക്കി നോക്കാം. 9 8 7 1. ഇത് കറക്റ്റ് ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ കിടക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഇനി അസെൻഡിങ് ഓർഡറിൽ എഴുതാം. 1 7 8 9. സബ്ട്രാക്ട് 2. ഇവിടെ 9 ആകുമ്പോൾ 8 0 ഇവിടെ 8 അല്ലേ. 8 0 8 2. അഗെയിൻ റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. 8 8 2 0 8 8 2 0. Then ascending order 0 2 8 8. Subtract. Again subtract. 2 3 5 8 8 5 3 2. Again 6174 തന്നെയില്ല. ഇതുപോലെ മാക്സിമം ഒരു 7 സ്റ്റെപ്പ് വരെ വരാം. അതിനുള്ളിൽ വന്നിരിക്കും. നമുക്ക് നോക്കാം. 8 5 3 2. 8 ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ്. 2 3 5 8. Again subtract. 4 7 1 6 6174. ക്ലിയർ? നിങ്ങൾ ഇഷ്ടമുള്ള നമ്പർ എഴുതിക്കോ. വേറെ ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇഷ്ടമുള്ള നമ്പർ എഴുതിക്കോ. ഇപ്പോൾ വേറെ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ 4 5 8 1. ഇഷ്ടമുള്ള എഴുതിക്കോട്ടോ. ഇഷ്ടമുള്ള നമ്പർ എഴുതാം. 4 5 8 1. അസെൻഡിങ് ഓർഡർ എഴുതാം. സോറി, ഡിസെൻഡിങ് ഓർഡർ 8 5 4 1. അസെൻഡിങ് ഓർഡർ 1 4 5 8. സബ്ട്രാക്ട് 3 8 0 7 7 0 8 3. ഒന്നില്ല. വീണ്ടും ഡിസെൻഡിങ് ഓർഡർ 8 7 3 0 0 3 7 8. സബ്ട്രാക്ട് 2 5 3 8 8 3 5 2. Ascending order 8 5 3 2 2 3 5 8. ഇത് നമ്മൾ എഴുതിയിലൂടെ കഴിഞ്ഞ ദിവസം സെയിം ആൻസർ 617. ഇങ്ങനെ നിങ്ങൾ ഏത് 4 ഡിജിറ്റ് നമ്പർ എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ റൈറ്റിംഗ് ഡിസെൻഡിങ് ഓർഡർ ആൻഡ് ഇറ്റ്സ് റിവേഴ്സ്. Then subtract it. After maximum 7 steps, second, third, fourth, നിങ്ങൾക്ക് 6174 എത്തും. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ഡോണ്ട് റൈറ്റ് സെയിം നമ്പർ. എക്സാമ്പിൾ 2 2 2 2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരിക. അത് പറ്റില്ല. സെയിം നമ്പർ നിങ്ങൾ എടുക്കരുത് കേട്ടോ. സെയിം നമ്പർ എടുക്കരുത്. ബാക്കി നിങ്ങൾ ഏത് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ 6174. ഇത് കാൽക്കുലേറ്റ് ചെയ്ത ആളുടെ പേരാണ് ഞാൻ ബോർഡ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന് വെറുതെ നേരം പോയിട്ടിരിക്കുമ്പോൾ ഒന്ന് നോക്കി നോക്കുക. ഏതെങ്കിലും 4 ഡിജിറ്റ് നമ്പർ എഴുതുക, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, റിവേഴ്സ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക, വീണ്ടും അതിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, അസെൻഡിങ് ഓർഡറിൽ സബ്ട്രാക്ട് ചെയ്യുക. ഒരു 2 3 സ്റ്റെപ്പിനുള്ളിൽ നിങ്ങൾ എന്തായാലും 6174 എത്തുന്നുണ്ട്. ഒരു നേരം